കഴിഞ്ഞ 2-3 ദിവസമായി പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 9 വർഷത്തിലധികമായി പാലക്കാട് നഗരസഭയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ നടത്തി വന്നിട്ടുള്ള ഒരു വികസന പദ്ധതി നമ്മൾ ആരംഭിക്കാനായി പോകുന്ന പാലക്കാട് നഗരജനതയ്ക്ക് മുൻപിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഒരു സ്ഥലത്തും ആരംഭിക്കാത്ത ബഡ്സ് സ്കൂളുകൾ നിരവധി ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു നൈപുണ്യ വികസന കേന്ദ്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാലക്കാട് ആരംഭിക്കാനായി പോകുന്നത്. സമൂഹത്തിൽ തന്നെ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഭൗതികവും മാനസികവുമായി ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾ. അത്തരത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ആ വിഭാഗത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഇത്തരത്തിലൊരു കേന്ദ്രം പാലക്കാട് വേണമെന്നുള്ളത്. 2012 മുതൽ, അതായത് പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ വരുന്നത് 2015-ലാണ്. 2012 മുതൽ നിരവധിയായ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇതുപോലുള്ളൊരു കേന്ദ്രം പാലക്കാട് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പാലക്കാട് നഗരസഭയെ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങൾ 100% അംഗീകരിക്കുകയും ഇത്തരത്തിലൊരു സ്ഥാപനം പാലക്കാട് വരേണ്ടതാണ് എന്ന് ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് 2024 പാലക്കാട് നഗരത്തിൻ്റെ തന്നെ ഹൃദയഭാഗത്ത് ഏവർക്കും എളുപ്പത്തിൽ ആക്സസ് ഉള്ള ഒരു ഭാഗത്ത് തന്നെ ഇതിനാവശ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ അനുമതികളും പാലക്കാട് നഗരസഭാ കൗൺസിലിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വരുന്ന വാദങ്ങൾ ഇതിൻ്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ അനുമതി തേടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിട്ടുള്ള പദ്ധതിയാണിത്. ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകുന്ന പദ്ധതി പാലക്കാട് നഗരസഭയിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും എല്ലാം ഇത്തരത്തിൽ മുൻകൂർ അനുമതികൾ നൽകാറുണ്ട്. അത്തരത്തിൽ നൽകുന്ന മുൻകൂർ അനുമതികൾ അടുത്തു വരുന്ന കൗൺസിലുകളിൽ പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പാലക്കാട് നഗരസഭയിൽ തന്നെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും കൗൺസിലർമാർ ഇത്തരത്തിൽ പല പദ്ധതികളും നഗരസഭയുടെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ ചരിത്രം പാലക്കാടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതിൽ യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല. അത്തരത്തിൽ നൽകുവാനുള്ള മുഴുവൻ അധികാരവും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണുണ്ട്. കേരളത്തിലെ ഇത്തരത്തിൽ നിരവധി പഞ്ചായത്ത്, കോർപ്പറേഷൻ, നഗരസഭ ആരംഭിക്കുന്ന പദ്ധതികൾക്ക് പലതരത്തിലായ ആളുകളുടെ പേര് നൽകാറുണ്ട്. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ കോവൂരിൽ P. കൃഷ്ണപിള്ള ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹവും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിന് മുസ്ലിം ലീഗ് ലീഡറായിട്ടുള്ള പൂക്കോയ തങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹവും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയോ ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുകയോ ചെയ്തിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി ആലി മുസ്ലിയാർ സ്മാരകം, തിരൂരിൽ വാര്യംകുന്നൻ സ്മാരകം, തിരൂരിൽ തന്നെ വാഗൺ ട്രാജഡി സ്മാരകം, മലപ്പുറം ചേക്കോട് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാര്യംകുന്നൻ സ്മാരകം, ഇത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദു വർഗീയത കളിക്കുകയാണെന്ന് പറയുന്ന ആളുകൾ
ഹിന്ദുവൽക്കരണവും കാവ്യവൽക്കരണവും പാലക്കാട് നടത്താൻ പോവുകയാണെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ അപ്പോൾ ഇസ്ലാമികവൽക്കരണമാണെന്ന് പറയാൻ തയ്യാറാവൂ? അപ്പോൾ ഇവിടെ പദ്ധതിയുടെ പേരിലല്ല പ്രശ്നം, ഈ പദ്ധതി നടത്തിപ്പാണ് പ്രശ്നം. കഴിഞ്ഞ പാലക്കാട് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരിക്കൽ പോലും ഉണ്ടാവാത്ത തരത്തിൽ ഈ കേരളത്തിൽ 87 നഗരസഭകളുള്ളതിൽ വെച്ചുകൊണ്ട് പ്ലാൻ ഫണ്ട് വിനിയോഗം 100% കംപ്ലീറ്റ് ആയ ഒരേ ഒരു നഗരസഭ പാലക്കാട് നഗരസഭയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്.